വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നേരം വെളുക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ അന്നേരം ഹോസ്പിറ്റലിൽ രേഷ്മയാണെങ്കിൽ ഉണർന്നിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശിവനെ കാണുന്നില്ല. തുടർന്ന് ഫോൺ ചെയ്യുകയാണ്. ശിവനെ ഫോൺ ചെയ്യുമ്പോൾ ശിവനോട് ഓപ്പറേഷൻ തിയേറ്ററിൽ ബെഡ് ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. ബെല്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ശിവനും കൂടി ചാടിപ്പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഇത് എവിടെയാണ്? അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയെന്നും പറഞ്ഞ് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം നഴ്സാണെങ്കിൽ അതിനകത്തേക്ക് വരുന്ന ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് ഫോണങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഒരു കർട്ടൻ്റെ പിന്നിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. നേഴ്സ് എന്തോ ഒന്ന് എടുത്തുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശിവൻ വീണ്ടും ഇറങ്ങി വന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വീണ്ടും റൂമൊക്കെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും രേഷ്മ വിളിക്കുന്നുണ്ട്. അന്നേരം ഫോൺ എടുക്കാതെ കട്ട് ചെയ്തുകൊണ്ട് ശിവന് അപ്പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ കാഷ്വാലിറ്റി അങ്ങോട്ട് വരുമ്പോൾ രേഷ്മയെ കാണുന്നുണ്ട്. അന്നേരം എന്താ ഫോൺ എടുക്കാത്ത, എന്താ കട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇന്നലെ എവിടെ കിടന്നുറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് പഴയ തിയേറ്ററാണ്, ഇപ്പോൾ കീറിമുറിക്കലൊക്കെ നടന്ന് വേറൊരു സ്ഥലത്താണെന്ന് രേഷ്മ പറയുന്നുണ്ട്. അന്നേരം എനിക്കതല്ലേ പരിചയം എന്നിങ്ങനെ പെട്ടെന്ന് ശിവൻ പറയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ആദ്യം കണ്ട അവിടെയും കിടന്നുറങ്ങിയെന്നിങ്ങനെ ശിവൻ പെട്ടെന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഇനി എന്താ നമ്മുടെ പരിപാടിയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ കാണുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ആ ഡോക്ടറെ കാണാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ഈ സമയം അവിടെ വേലായുധനാണെങ്കിൽ മഹേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട് ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവൻ വന്നോന്നിങ്ങനെ നിർമ്മലയോടും ചന്ദ്രനോടും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഒന്നുകൂടി വിളിച്ച് നോക്കട്ടെ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും എന്നും പറഞ്ഞ് വേലായുധൻ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. അന്നേരം കിട്ടുന്നില്ല. അന്നേരം രാത്രി ആയതുകൊണ്ടാണ് ഞാൻ വിവരം പറയാതിരുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആരുടെ കാര്യമാണ് പറയുന്നതെന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ മഹേന്ദ്ര സാറിൻ്റെ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിർമ്മലയും പിന്നെ ചന്ദ്രയും കൂടി ആകെ ടെൻഷനായി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പേടിക്കാനൊന്നുമില്ല, ഇന്നലെ ആ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ മയിൽക്കുറ്റിയുടെ അവിടത്തേക്ക് വണ്ടി ഒന്ന് ഇടിച്ച് കയറിയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലാക്കി, 2-3 പേരും കൂടി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യാമേ, ശിവേട്ടന് സ്ഥലത്തില്ലല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ പിന്നെ അവിടെ നോക്കാനൊക്കെ ആളുണ്ട്, ഞാൻ ആളിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് വീണ്ടും ശിവന് വേലായുധം വിളിക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. അന്നേരം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നിങ്ങനെ നിർമ്മല പറയുമ്പോൾ നിങ്ങൾ റെഡിയാകുമെന്ന് പറയുന്നുണ്ട്. അന്ന് റെഡിയാകാനൊന്നുമില്ല മോളെ, ഫോൺ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്ര അകത്ത് പോയി ഫോൺ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം വേലായുധം പറയുകയാണെങ്കിൽ ഞാൻ വന്ന ഓട്ടോയിൽ പോയിക്കോ, വേറെ വണ്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഓട്ടോയിൽ കയറിയിട്ട് വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ അവർ പോകുന്നുണ്ട്. പക്ഷേ ശിവനെ വേലായുധം വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതേസമയം അവിടെ ശിവനും രേഷ്മയും കൂടി ആ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ക്യാബിനിൽ എത്തുന്നുണ്ട്. അന്നേരം ആ പോലീസുകാരൻ്റെ പേര് പറയുന്നുണ്ട്. അന്നേരം വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് വേലായുധനാണെങ്കിൽ ശിവനെ വിളിക്കുമ്പോൾ അത് കോള് കണക്റ്റ് ആവുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷേ ശിവൻ പെട്ടെന്ന് ഡോക്ടറുടെ മുന്നിലാകുന്നതുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് രേഷ്മ പറയുന്നുണ്ട്, അന്ന് അവയവദാനത്തിന് കൊടുത്തിരുന്നു, പക്ഷേ ശ്രീകുമാർ എന്ന പേരിലാണ് അവരുടെ അഡ്മിറ്റ് ആയത്. അതിന് അവയവദാനത്തിന് സർട്ടിഫിക്കറ്റിലെല്ലാം ആപ്ലിക്കേഷനെല്ലാം ഒരു സഹോദരിയുടെ സ്ഥാനത്തുനിന്ന് ഞാനാണ് ഒപ്പിട്ട് തന്നത്. അപ്പോൾ ആ പേര് മാറ്റി കൊടുത്ത ഒരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിക്കുക. അന്നേരം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പേരെങ്ങനെ കൊടുത്തെങ്കിലും വിഷ്ണുവിൻ്റെ പേരിൽ തന്നെ അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പേഷ്യൻറ്റിനോട് കാണിക്കുന്ന ഒരു അനാദരവല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണുവിനോട് കാണിക്കുന്ന അനാദരവല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ എന്താ വേണ്ടതെന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, അവിടെ ഓഫീസിലേക്ക് ചെന്നാൽ മതി, ഫയൽ ഞാൻ ഓഫീസിലേക്ക് അയച്ചോളാം. അന്നേരം താങ്ക്സ് ഒക്കെ പറയുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയേണ്ടത്, പറഞ്ഞതുകൊണ്ടാണ് ഞാനെല്ലാം പെട്ടെന്നാക്കിയതെന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അവർ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയും കാഹളം കുമാരനും കൂടി ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം രാമേട്ടനും അനുപല്ലവിയൊക്കെ കൂടെയുണ്ട്. അന്നേരം ആ ഒരു ഹോസ്പിറ്റലിൻ്റെ തട്ടിപ്പുകൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിന് നമ്മൾ പുറത്ത് നിന്ന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അവരിൽ ഒരാളായിട്ട് അവർ കൂടെ തന്നെ വേണം. അതിനെന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, ഒരു സാധാരണക്കാരിയായിട്ട് എനിക്ക് അവിടെ കയറിപ്പെട്ട ഒരു സ്പേസ് എനിക്ക് വേണം, എന്താ അങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മേഡത്തിന് അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സ്പേസ് അല്ലേ എന്ന് പറയുമ്പോൾ അതെ, അവിടെ ഏതെങ്കിലും ശസ്ത്രക്രിയക്കായിട്ട് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറായോ കുട്ടിരിപ്പ് അങ്ങനെ എന്തെങ്കിലും ബന്ധുവായോ എന്തെങ്കിലുമായിട്ട് എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് പുറത്ത് ആരെയും തിരക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല, മാഡം സഹായിക്കാം, ചികിത്സയ്ക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു ദീപുവിൻ്റെ അച്ഛനുണ്ട്, വീട് തകർന്ന് മരിച്ച സത്യയുടെയും അപ്പിയുടെയും കൂട്ടുകാരനുണ്ടല്ലോ ദീപുവിൻ്റെ അച്ഛൻ സുധാകരനാണെങ്കിൽ നട്ടല് തൻ്റെ ശസ്ത്രക്രിയ പൊട്ടി അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശസ്ത്രക്രിയ വൈകുന്നതും ഇതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പണം
കൊടുക്കാത്തതുകൊണ്ടാണ്. അന്നേരം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏതിനും പിന്നെ തൂപ്പുകാർ വരെ ഉണ്ടെങ്കിലും പണം കൊടുത്താൽ മാത്രമേ അവർ പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഴിമതി മൊത്തം അവിടെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളായ കത്രികയൊക്കെ സാധാരണക്കാരുടെ വയറ്റിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദീപുവിൻ്റെ അച്ഛനുള്ള സുധാകരനുള്ള ശസ്ത്രക്രിയയ്ക്കുള്ള പണം ഞാൻ അടയ്ക്കാം, അവരോട് അതിനുള്ളത് റെഡി ആയിക്കൊള്ളാൻ പറയുക. അതോടുകൂടി ഇത് വേരോടെ പിഴുതെറിയുകയും വേണം, അതിനെന്താണെന്ന് വെച്ചാൽ കുമാരേട്ടൻ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അന്നേരം അഴിമതിക്കെതിരെ പോരാടുന്ന ഈ ഒരു കളക്ടറുടെ മേഡത്തെ പോലുള്ള ആളുകളുടെ കൂടെ മരിച്ചു വീഴാനും ഈ കാഹളം കുമാരൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം. മഴ പെയ്യുമ്പോൾ പിന്നെ സ്കൂളുകൾക്ക് അവധി കൊടുക്കാൻ മാത്രമല്ല അഴിമതിയെ തുടച്ചു നീക്കാനും എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളത് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കാഹളം കുമാരൻ അകപ്പാടെ അങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. അനുപല്ലവിയും രാമേട്ടനും ഒക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെ മരിച്ചു വീഴുന്ന കുമാരനെയല്ല ഒപ്പത്തിനൊപ്പം അഴിമതിക്കെതിരെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഹളം കുമാരനെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയൊക്കെ കുറേ കുമാരനും ചേർത്ത് പറയുമ്പോൾ ഒരു ആവേശത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്ക് അവർ പിരിയുകയാണ്. അതേസമയം ചന്ദ്രയും നിർമ്മലയും കൂടി അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അന്നേരം മഹേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരും അപ്പുറം അപ്പുറം ഒന്നങ്ങോട്ട് കരയുകയാണ്, മഹേട്ട അച്ഛ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. പക്ഷേ മഹേന്ദ്രൻ നല്ല സമാധാനത്തിലാണ്, സ്നേഹത്തോടെ അവരോട് സംസാരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രയും കരഞ്ഞത് കണ്ടിട്ട് നീയും കരയുകയാണോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വെളിയിൽ വാതിലിൽ അങ്ങോട്ട് ശിവൻ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവേട്ടൻ വന്നിട്ടില്ല, സ്ഥലത്തില്ല എന്ന് പറയുകയാണ്. അന്നേരം അറിഞ്ഞാലും അവൻ വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇല്ല, അവൻ വരില്ല, അവനിപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ ശത്രുവല്ലേ എന്ന് പറയുകയാണ്. അന്നേരം നിർമ്മല എന്നങ്ങോട്ട് കരയുകയാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നഴ്സ് പറയുന്നുണ്ട്, ഡോക്ടർ വരാൻ സമയം, നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇവർ പോകാൻ കൂട്ടാക്കാതെ മഹേന്ദ്രൻ്റെ അവസ്ഥ കൊണ്ട് ആകെ കരച്ചിലൊക്കെ തന്നെയാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛൻ സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോഴാണെന്ന് സംസാരിച്ച് തുടങ്ങിയത്, ഞങ്ങളെയൊക്കെ വഴക്കിട്ട് പുറത്താക്കിയപ്പോൾ ദൈവം ഒരു പണി തരാമെന്ന് വിചാരിച്ചു, അതാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോൾ അപ്പോൾ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും നഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തേക്ക് നിൽക്കുമെന്ന്. അന്നേരം നിർമ്മലയും കരച്ചിൽ കണ്ടിട്ട് മഹേന്ദ്രൻ വിഷമമൊക്കെ വരുന്നുണ്ട്. അന്നേരം ചന്ദ്രയോട് പറയുന്നുണ്ട് ഇങ്ങനെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ. തുടർന്ന് നിർമ്മലയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോകുന്നുണ്ട്. മഹേന്ദ്രൻ ആകെ വിഷമിച്ചും കിടക്കുകയാണ്. അതേസമയം അവരാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഈ നെഞ്ചൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്, അത് കൈയൊക്കെ ഇങ്ങനെ വയ്ക്കുകയാണ്. അവിടെ ഡോക്ടറെ അടുത്തിരുന്നപ്പോഴും ശിവൻ എന്തൊക്കെയോ ഒരുമാതിരി തോന്നലുകളൊക്കെ വരുന്നുണ്ട്. ആ വിഷ്ണു ഇന്ന് കരയുന്ന സീനും ആ ഒരു അവയവദാനത്തിന് ഒരു ഓപ്പറേഷന് വന്ന സീനും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, വിഷ്ണു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ. അന്നേരമാണെങ്കിൽ ഇവിടെ പിന്നെ ഇത് നിർമ്മലയാണെങ്കിൽ പറയുന്നുണ്ട്, നീ ശിവനെ ഒന്നുകൂടി വിളിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രയാണെങ്കിൽ ശിവനെ വിളിക്കുമ്പോഴാണ് അവിടെ നഴ്സാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് വന്നത് രേഷ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേഷ്മ എണീക്കുന്നുണ്ട്. അന്നേരം വരുമെന്ന് പറയുമ്പോൾ രേഷ്മ അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ശിവനും കൂടി കയറാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ വരുന്നത്. അന്നേരം ചന്ദ്രയെ പറഞ്ഞു എന്ന് പറഞ്ഞ് ശിവൻ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ഏട്ടാ അച്ഛന് ആക്സിഡൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ എങ്ങനെയും ചോദിക്കുമ്പോൾ ഏട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയുകയാണ്. അന്നേരം ഞാനിവിടെ കുറച്ച് ദൂരത്താണെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് വന്നേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അച്ഛനുള്ള വഴക്കുകൊണ്ടാണ് വരാത്തത് എന്ന് വിചാരിക്കുമെന്ന് പറയുന്നുണ്ട്. നിർമ്മല പറയുന്നുണ്ട്, ശിവനെ കാണണമെന്ന് മഹേട്ടന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ എത്രയും പെട്ടെന്ന് എത്താമെന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ശിവന് ആകപ്പാടെ അങ്ങോട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അതേസമയം രേഷ്മ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. അന്നേരം കിട്ടിയോ ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അപകടം എന്തെങ്കിലും ഉണ്ടാകും ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ് ശിവൻ വിഷമിച്ചാണ് പറയുന്നത്. അന്നേരം പോകാമെന്നവർ പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ യോഹന്നാൻ്റെ വീട്ടിലാണെങ്കിൽ ഡെയ്സി ആണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിലൊക്കെയാണ്. എന്നിട്ട് ശിവൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇച്ചിരി വലിയ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ച് അതങ്ങോട്ട് കത്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ അവൾക്കൊപ്പം അല്ലേ ഉള്ളത്, ആ കളക്ടർക്കൊപ്പം, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട, പിന്നെ ഇതുപോലെ നിന്നെ ഞാൻ കത്തിച്ചടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇങ്ങനെ കത്തി തീരുമ്പോൾ അതിങ്ങനെ അങ്ങ് തറയിലേക്ക് എറിഞ്ഞിട്ട് ആകെയില്ല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെയാണെങ്കിൽ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ ദീപുവിൻ്റെ അച്ഛൻ സുധാകരൻ്റെ ആ ഒരു റൂമിലേക്ക് ഒരു അറ്റൻഡറും നഴ്സും കൂടി വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സൗജന്യമായിട്ട് കിട്ടുന്ന ബ്രെഡും പാലും ഒക്കെ കഴിച്ചാൽ മതിയോ, പിന്നെ എണീറ്റ് നടക്കണ്ടേ, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ടേ, വേദന തിന്ന് കഴിഞ്ഞാൽ മതിയോ, തീരണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കാശിനായിട്ട് എൻ്റെ ഭാര്യ ജോലിയൊക്കെ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ കൂടെ കൂട്ടിരിപ്പോൾ സഹായത്തിന് ആരും ഇല്ലേ, ബൈസ്റ്റാൻഡർ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാര്യയുടെ അകന്ന ബന്ധത്തിലൊരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ പോയി ചായയോ മറ്റോ വാങ്ങിക്കാൻ പോയതാണ്, ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആളിനെ വിളിക്കും, ഞാൻ
സംസാരിക്കാം, അല്ലാതെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കാശ് ഒപ്പിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അന്നേരം എടി സീതയെ എന്നിങ്ങനെ ഈ സുധാകരൻ വിളിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാഫ് സാരി ആ ഒരു വേഷത്തിലൊക്കെ ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടി എന്ന പോലെ ഇങ്ങനെ വരികയാണ്, കയ്യിൽ ഫ്ലാസ്കൊക്കെ ആയിട്ട്. അന്നേരം ഏട്ടന് ഞാൻ ചായ വാങ്ങിക്കാൻ പോയതാണ്, പഴംപൊരി വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരെയും മുഖം കൊടുക്കാത്ത രീതിക്കാണ് ശാലിനിനെ സംസാരിക്കുന്നത്. അന്നേരം അറ്റൻഡർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം നിങ്ങളിങ്ങനെ ഇയാളെ ഇങ്ങനെ കിടത്തിയിരുന്നാൽ മതി, ഓപ്പറേഷൻ ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട്. അന്നേരം കാശിൻ്റെ കാര്യമൊക്കെ ചേച്ചിയാണ് നോക്കുന്നത്, ചേച്ചി രാപ്പകലില്ലാതെ പണത്തിനായിട്ട് ഓടി നടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ നോക്കാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ എന്തായാലും ഓപ്പറേഷനുള്ള അത് നോക്ക്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നോക്ക്, ജേക്കബ് കുര്യൻ സാറല്ലേ നോക്കുന്നത്, സാറ് 10 പൈസ കൈക്കൂലി വാങ്ങില്ല, സാറിൻ്റെ പേഷ്യൻ്റായ തന്നെ പകുതി അസുഖം മാറി, ഇനി ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ ഇവിടെ നിങ്ങൾ ഓടിച്ചാടി നടക്കും, അല്ലെങ്കിൽ പെട്ടിയിലാക്കി ഇത് കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ അറ്റൻഡർ പറയുമ്പോൾ ശാലിനിയിലെ വിഷമത്തോടെയൊക്കെ സുധാകരൻ ഇങ്ങനെ പേടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെ സുഖമില്ല കിടക്കുന്ന ആളോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് വിഷമമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാണ്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ഡോക്ടർ ജേക്കബ് കുര്യൻ ഡോക്ടർ വരുന്നുണ്ട്, സുധാകരനെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഓപ്പറേഷൻ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതിന് ഒരുപാട് പൈസയാവും ഡോക്ടർ, ഞങ്ങൾ പാവങ്ങളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സൂപ്രണ്ടിനെ കണ്ടാൽ മതി, അത് കാശ് ഇല്ലാതെ പിന്നെ മരുന്നിൻ്റെ കാര്യത്തിൽ കാശിൻ്റെ കുറവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടത്തണ്ടേ, സൂപ്രണ്ടിനെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ കുറവ് ചെയ്തു തരും എന്നിങ്ങനെ പറയാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി കരുതുകയാണ്, അത് തന്നെയാണ് എനിക്കും വേണ്ടത്, നിങ്ങളുടെ മുകളിലുള്ളവരുടെ ആളുകളുടെ പിടിയാണ് എനിക്ക് വേണ്ടതെന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം എന്താ ആലോചിക്കുന്നതെന്ന് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നു. അല്ല കാശിൻ്റെ കാര്യം ആലോചിച്ചാണെന്ന് പറയുമ്പോൾ സൂപ്രണ്ടിനെ കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് അറ്റൻഡറിനോട് പറയുന്നുണ്ട് ഇവരെ കൊണ്ടുപോയി സൂപ്രണ്ടിനെ കാണിക്കാനായിട്ട്. തുടർന്ന് അവരിങ്ങനെ ആ ലിസ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയേ കാണിക്കുന്നുള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ ആ ഒരു അടുത്ത എപ്പിസോഡിൽ ശിവനെ കാണാനായിട്ട് മഹേന്ദ്രൻ എത്തുമോ ഇല്ലയോ എന്നുള്ളത്, ആ ഒരു പിണക്കം അവർ തങ്ങളിലുള്ള പിണക്കം തീരുമോ, അതോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പണി അതിൻ്റെ ഇടയ്ക്ക് വരുമോ ഇല്ലയോ എന്നുള്ള. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും വിഷ്ണുവിൻ്റേത്, അതുകൊണ്ടുള്ള അതൊക്കെ ആ ഒരു ദീപുവിന് വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.